ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ വായിക്കുകയുടെ ഏവരെയും ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. പുരുഷാരത്തിൽ ഒരാൾ യേശുവിനോട്, ഗുരു, ഞാനുമായി സഹോദരനോട് അവകാശം പങ്കുവയ്ക്കാൻ കൽപ്പിച്ചാലുമെന്ന് പറഞ്ഞു. അത് യേശു തമ്പുരാൻ അവനോട്, ഞാൻ അവകാശം പങ്കുവെക്കാൻ ന്യായകർത്താവോ എന്ന് ചോദിച്ചു. അതിനുശേഷം പറയുന്നുണ്ട്, സകല ദ്രവ്യാഗ്രഹവും വിട്ട് സൂക്ഷിച്ചു കൊള്ളുക. വീണ്ടും പറയുന്നു, ഒരുവൻ സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവനെ ആധാരമായിരിക്കുന്നത്. ഒരു ഊമയും പറഞ്ഞു. ധനവാനായ ഒരു മനുഷ്യന് ഭൂമി നന്നായി വിളഞ്ഞു. അത് കണ്ടപ്പോൾ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം വർദ്ധിച്ചു. അവൻ ചിന്തിച്ചു, ഞാൻ എൻ്റെ കളപ്പുര പൊളിച്ചു വലുതാക്കി പണിഞ്ഞിട്ട് ഈ ധാന്യങ്ങളെല്ലാം ഞാൻ എൻ്റെ കളപ്പുരയിൽ ശേഖരിച്ചു വെക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക. അപ്പോൾ ദൈവമായ കർത്താവ് ചോദിക്കുന്നു, കൂടാ, ഈ രാത്രി നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകുന്നു? ദൈവിക വിഷയത്തിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഓരോരുത്തരെയും ഗതി ഇത് തന്നെയാണ്. ഇതിൽ ആദ്യമായി കേൾക്കുന്നത്, സകല ദ്രവ്യാഗ്രഹവും ഉപേക്ഷിച്ച് സൂക്ഷിച്ചു കൊള്ളുവി. സകല ദ്രവ്യാഗ്രഹവും ഈ ലോക ചിന്തകളും ഉപേക്ഷിച്ച് ദൈവിക ചിന്തകളിലേക്ക് നീങ്ങുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. അതായത് ഈ ലോകത്തിലെ എല്ലാ ചിന്തകളെയും മറന്ന് ദൈവിക സ്ഥാനത്തിന് മുൻഗണന കൊടുക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെടും. അവർ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ ദൈവ സന്നിധിയിൽ ഒരു സ്ഥാനം കിട്ടിയിരിക്കും. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതായത് അപ്പനോട് ഉടയനായ പുത്രൻ ചോദിക്കുന്നു, അപ്പ, വസ്തുവകകളിലേക്ക് വരേണ്ടത് തരണം. അവൻ ഒത്തു പകുത്തു കൊടുത്തു. അതെല്ലാമായി അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. അവന്റെ ജീവിതത്തിൽ പിതാവിന്റെ സാന്നിധ്യം ഇല്ലാതെ വന്നപ്പോൾ സകലവും നഷ്ടപ്പെട്ടു. പന്നി തിന്നുന്ന വാള വരവിട്ട് വയറു നിൽക്കാൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവനൊന്നും കൊടുത്തില്ല. പന്നി തിന്നുന്ന തവളിൽ നിന്ന് വെള്ളം കുടിപ്പാൻ ആഗ്രഹിച്ചപ്പോൾ തന്റെ പിതാവിന്റെ മുഖം ഓർമ്മ വന്നു. അവന് സുബോധം വന്നിട്ട് അവൻ ചിന്തിക്കുകയാണ്, എന്റെ അപ്പന്റെ വീട്ടിൽ എത്രയോ വേലക്കാർ തിന്നു ശേഷിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് ചെല്ലും. അപ്പന്റെ വീട്ടിലേക്ക് ചെന്ന് അപ്പനോട് ഞാൻ പറയും, അപ്പ, നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യതയല്ല. അവൻ ചെന്നപ്പോൾ അപ്പൻ ദൂരെ നിന്ന് അവനെ കണ്ടു. അവന്റെ വൃത്തിഹീനമായ ആ പന്നിയെ മേയ്ക്കുന്ന ചെളി നിറഞ്ഞ അങ്കിയുമായി ചെന്നപ്പോൾ ആ അപ്പൻ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് അവനെ തുടർന്നുകൊണ്ട് അവന് മേൽത്തരമായി ഏറ്റവും ശ്രേഷ്ഠമായ അങ്കി അവന് നൽകുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ കുപ്പായം അവന് നൽകുകയാണ്. അവൻ തന്റെ വേലക്കാരോട് അപ്പൻ പറയുകയാണ്, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും തടിപ്പിച്ച കാലക്കുട്ടിയെ ഇതിനു വേണ്ടി ആക്കുകയും. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ദൈവമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് അനുതാപക ദൈവവുമായി കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. മേൽത്തരമായ ആക്കി നമുക്ക് നൽകും. നമ്മുടെ ജീവിതത്തിൽ കാലിന് ചെരുപ്പ്, കൈക്ക് മോതിരം ഇടിപ്പിക്കും. വിഭവമായ സമൃദ്ധിയായ ഭക്ഷണം നമുക്ക് നൽകും. നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവ് വരികയില്ല. അതുകൊണ്ട് നാം ഓരോരുത്തരും സകല ദ്രവ്യാഗ്രഹവും ഉപേക്ഷിച്ച് സൂക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഓരോ വ്യക്തികളായി മാറണം. പറയുന്നുണ്ട്, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്കൊരു ശൂലം നൽകിയിരിക്കുന്നു. സ്വന്തം കഴിവിലും സമൃദ്ധിയിലും പണത്തിലും ബാങ്ക് ബാലൻസിലും നിഗളിച്ചു പോകാതിരിക്കാൻ. ചില സമയത്ത് നമുക്ക് രോഗമോ ദുഃഖമോ പ്രയാസമോ എന്ന് വന്നിടിലും ദൈവസന്നിധിയിൽ നിന്നും ആ നിഗളിച്ചു പോകാതെ ദൈവ സമൃദ്ധിയിൽ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഓരോ വ്യക്തികളായി നാം മാറണം. രണ്ടാമതായി, ഒരുവന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. നമുക്ക് എത്ര സമൃദ്ധി ഉണ്ടായാലും അവൻ നമ്മുടെ ജീവനെ ആധാരമാക്കുകയില്ല. എന്നാൽ അനുസരണത്തോടും വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും, താഴ്മയോട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്ന ഒരു യഹോവയായ ദൈവമാണ് നമുക്കുള്ളത്. യഹോവയായ ദൈവം നോഹയോട് പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കാൻ, നീ നിന്റെ സകല ആൾക്കാരെയും വിളിച്ചു കൂട്ടുവാൻ പറഞ്ഞു. ആരും കേട്ടില്ല. അവസാനം
വെള്ളപ്പൊക്കം ഉണ്ടായി, കപ്പലിങ്ങനെ പെട്ടവങ്ങനെ വെള്ളത്തിൽ കൂടി ഉഴയാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ വന്ന് വാതിൽക്കൽ കൂടി നോഹ പറഞ്ഞു, ഈ വാതിലടച്ച് യഹോവയായ ദൈവമാണ്, എനിക്ക് തുറക്കാൻ പറ്റുകയില്ല, ഒരിക്കൽ അടച്ചാൽ പിന്നെ തുറക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് വിശ്വാസത്തിന്റെ കവാടം തുറന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. അബ്രഹാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. അവന് ഒരു മകനെ നൽകി. അതായത് തന്നെ കൂടാരവാസത്തിലിരിക്കുമ്പോൾ 3 പുരുഷന്മാർ അതുവഴി പോകുന്നു കണ്ടു. അവിടെ നിന്ന് നിലംബര കുനിഞ്ഞു, യജമാനന്മാരെ ഇവിടെ ഇരുപ്പീൻ, നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, ഞാൻ വിഷമടക്കുവാൻ വേണ്ടി അല്പം ആഹാരം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. തന്റെ ഭാര്യയായ സാറോട് 3 ലക്ഷം മാവ് കുടിച്ച് അപ്പം ഉണ്ടാക്കാൻ കൽപ്പിച്ചു. വിഭവമായ സദ്യ ഒരുക്കാൻ പറഞ്ഞു. അവർ പോകുമ്പോൾ അനുഗ്രഹം കൊടുത്തിട്ട് പോകുകയാണ്. അടുത്ത വർഷം ഈ വഴി ഞങ്ങൾ വരുമ്പോൾ നിന്റെ കൂടാരത്തിൽ ഒരു ദൈവ പൈതൽ ജനിച്ചിരിക്കും, ഒരു പൈതൽ ജനിച്ചിരിക്കും. ഇതാണ് അനുഗ്രഹത്തിന്റെ. കന്യകമറിയാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. കന്യകമറിയാമിനോട് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, താഴ്മയോടുകൂടി ഞാൻ എങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം മാത്രമാണ്. അപ്പോൾ കന്യകമറിയാം അവിടെ താഴ്ത്തി സമർപ്പിച്ചു, ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ എന്ത് കിട്ടിയാലും അതിലെന്നും നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് നമ്മുടെ ജീവനെ ആധാരമാക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. എത്ര സമൃദ്ധി ഉണ്ടായാലും, എത്ര ഐശ്വര്യം ഉണ്ടായാലും, എത്ര സമ്പത്തുണ്ടായാലും അതിലെല്ലാം നാം വിട്ടുകളഞ്ഞ് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തികളായി മാറണം. ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷക്കൊമ്പ്, ഒരു മാവിൽ ഫലം കായ്ക്കുമ്പോൾ ആ മാങ്ങ വിളയുന്നതിന് താഴ്ന്നു കൊടുക്കുന്നത് പോലെ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ താഴ്ന്ന ഓരോ വ്യക്തികളായി മാറണം. മൂന്നാമതായി ക്രിസ്തു ആ ധനവാനായ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, മൂടായി രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകുന്നു? ഇവിടെ മൂടായെന്ന് വിളിക്കുന്നത് ധനവാനായ ഒരു പ്രമാണിയെയാണ് വിളിക്കുന്നത്. അവനെ വിളിക്കുവാൻ കാരണം അവന്റെ ജീവിതം ധനവാനാകൊണ്ട് ഈ ലോക നന്മകളിലേക്ക് ഒഴുകുന്നതാണ്. നാം ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മക്കൾ ദൈവമക്കളെക്കാൾ ബുദ്ധിയുള്ളവരാണ്. അവർ സമ്പത്ത് വാങ്ങിക്കൂട്ടുവാനും പ്രമോഷൻ വാങ്ങിക്കുവാനും ഓഫീസ് ജീവിതത്തിൽ മറ്റുള്ളവരെ തോൽപ്പിച്ച് പ്രമോഷൻ വാങ്ങിക്കുവാനും കഴിവുള്ളവരാണ്. പക്ഷേ ദൈവികമായ സ്ഥാനങ്ങൾ ഒരുക്കുവാൻ ദൈവസന്നിധിയിൽ അനുതാപ ഹൃദയത്തോട് കടന്നു വന്ന് അവനുമായി ദൈവവുമായിട്ടൊരു ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പ്രയാണം ചെയ്യുവാൻ നാം ഒരുങ്ങണം. കൂടാതെ വിളിക്കുവാൻ കാരണം അവന്റെ ചിന്ത ഈ ലോകമോഹങ്ങളിലാണ്. അതായത് ധനവാന് സാധ്യമാക്കി പുസ്തകത്തിൽ പറയുന്നുണ്ട്, ധനവാനാകാൻ പണിയപ്പെടരുത്, അതിനുള്ള ബുദ്ധി വിട്ടുകൊള്ളുക. ധനവാന്റെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഴിക്കൂട്ടുവാനുള്ള അവസ്ഥയാണ്. എത്ര സമ്പാദിച്ചാലും എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടായാലും മതി വരികയില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ഒരു നമ്മുടെ ദശാംശത്തിന്റെ ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് മറ്റുള്ള അവധികളുടെ മേൽ കരുണയുടെ കരം നീട്ടിക്കൊണ്ട് നാം ജീവിക്കുമ്പോൾ, നമ്മളെ ഈ ലോകത്തു നിന്ന് കടന്നു പോകുമ്പോൾ ഇമ്പങ്ങളുടെ പദ്ധതിയിൽ അബ്രഹാമിന്റെ വഴിയിൽ ഒരു സ്ഥാനം കിട്ടിയിരിക്കും. ധനവാനിന്റെ ദാസന്റെ കഥ എല്ലാവർക്കും അറിയാൻ പറയണ്ട. ധനവാൻ മരിച്ചു, എങ്ങോട്ട് പോയി? യാത്രാസ്ഥലത്തേക്ക്. ദാസൻ മരിച്ചു, അബ്രഹാമിന്റെ വഴിയിലേക്ക്. താഴെ കിടക്കുന്ന ധനവാൻ മേലോട്ട് നോക്കുമ്പോൾ അപ്പൊ എന്റെ പഠിപ്പിലേക്കൽ ഞാൻ വലിച്ചെറിയുന്ന എച്ചിലില്ല ഇതിൽ നിന്നും വാരി നായ്ക്കളോളം നിന്ന ലാസർ വന്ന് അബ്രഹാമിന്റെ വഴിയിലിരിക്കുന്നു. ഒരു റിക്വസ്റ്റ് അയക്കുകയാണ്, അബ്രഹാം പിതാവേ ആ ലാസറിനെ ഇങ്ങോട്ട് വിരണമേ, അവന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാൻ. അപ്പോൾ ഇവിടെ നിന്ന് മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ്? നിന്റെ ജീവിതത്തിൽ നീ സുഖവും ഇവന്റെ ജീവിതത്തിൽ നീ ദുഃഖവാനും ഇപ്പോൾ ഇവർ ചോദിക്കുന്നു. നീ ഓർത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സുഖങ്ങളിൽ മറ്റുള്ള ആളുകളുടെ മേൽ കൈകൾ മലർത്തി ദാനകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, മറ്റുള്ളവരിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ, മറ്റുള്ള രോഗികളുടെ മേൽ കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന അനേക രോഗികളുണ്ട്, വേദന കൊണ്ട് ബാധപ്പെടുന്ന ആൾക്കാരുണ്ട്. ഒരു നേരം ദിവസത്തെ ആഹാരത്തിന്റെ പൈസ അവർക്ക് കൊടുത്ത് പലരും കൊടുക്കുമ്പോൾ അവരുടെ ജീവിതം വേദന മാറ്റപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു ദാനധർമ്മങ്ങൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ദാനധർമ്മങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നാലാമതായി ദൈവയിഷ്ടത്താൽ സമ്പന്നനാകുക. എങ്ങനെ ദൈവയിഷ്ടത്താൽ സമ്പന്നനാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം. അങ്ങനെ ആ ദൈവയിഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അപ്പന്റെ മുന്നിൽ ഒരു മകൻ സമർപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം.
രണ്ടാമതായി അനുതാപത്തോട് ദൈവസന്നിധിയിൽ കടന്നു വരണം. മൂന്നാമതായി വിശ്വാസത്തോടുകൂടി ദൈവത്തെ അനുസരിക്കണം. ദൈവത്തോടുള്ള ആ സൗഖ്യം മുറുകെ പിടിക്കണം. ഞാനാണ് മകനും അവൻ എനിക്ക് അപ്പനും ആയിരിക്കണം. അപ്പൻ പറയുന്നതെല്ലാം കേട്ടനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തികളായി നമ്മൾ മാറണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ഭാരപ്പെടുന്നവരാണ്. പക്ഷേ ആ ഭാരം യഹോവയിൽ വെച്ചുകൊണ്ട് യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നത്. സങ്കീർത്തനകാരൻ പറയുന്നുണ്ട്, യഹോവഭക്തനായ പുരുഷനാല് അവന്റെ ഭാര്യ അവന്റെ വീട്ടിനകത്ത് മുന്നിൽ ജോലി ചെയ്യും, അവന്റെ മക്കൾ അവന്റെ മുന്നിൽ മേശയ്ക്ക് ഒരു കൈകൾ പോലെയിരിക്കും. അവൻ ഇങ്ങനെയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അതായത് ഒരുമിച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന കുടുംബം, ഒരുമിച്ചിരിക്കുന്ന സന്തോഷം പങ്കിടുന്ന കുടുംബം, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയുള്ള ഒരു സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഈ ലോകത്തിലെ ആഗ്രഹങ്ങളെ വിട്ടുകളഞ്ഞ് ദൈവത്തോടൊരു സാഹിത്യം ഉണ്ടാകണം. അതായത് സകല ദ്രവ്യാഗ്രഹവും ഉപേക്ഷിക്കണം. വചനം അനുസരിച്ച് ജീവിതം സമൃദ്ധിയിലേക്ക് യാത്ര ചെയ്യണം. ഈ ലോകമോഹങ്ങളിൽ അടിമപ്പെടാതെ ദൈവികമായി ജീവിക്കണം. ദൈവയിഷ്ടത്തിൽ സമ്പന്നനാകാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സകലവും സമർപ്പിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഈ ഇവിടെ കേട്ട വചനം ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, ഇവിടെ കേട്ട വചനം ഇവിടെ ഇട്ടിട്ട് പോകാനിടയാകട്ടെ. ഞങ്ങളുടെ ജീവിത പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് നിനക്കായി ജീവിക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. നിന്റേതായി മാറ്റിക്കൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ ഒരു കുഞ്ഞു പോലും തെറ്റിപ്പോകാനിടയാകരുത്. ദൈവമേ, നിന്റെ രണ്ടാമത്തെ വരവിൽ വെള്ളവസ്ത്രധാരികളായി നിന്റെ വലത്തുഭാഗത്ത് നിൽപ്പാടുകളെ യോഗ്യരാക്കണമേ. കർത്താവേ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളായി തീരണമേ. മാനവും മഹത്വവും എന്റെ പിതൃപുത്രനും വിശുദ്ധവുമായ ക്രിയകളുള്ളത് തന്നെ.